നമസ്കാരം. കേരളക്കരയൊന്നാകെ ഉറ്റുനോക്കുന്ന ഒന്നാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്. ഇതിന്റെ വിചാരണ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ നടി ആക്രമിച്ച കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അനധികൃതമായി തുറന്നു പരിശോധിച്ച സംഭവത്തിൽ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അതിജീവിതയായ നടിക്കൊപ്പം കൂട്ടായ്മ. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കേരളത്തിലെ സ്ത്രീ പ്രസ്ഥാനങ്ങളും പ്രമുഖ വ്യക്തികളും ഒപ്പുവെച്ച നിവേദനം അയച്ചു. കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് വിസ്താരണ സമയത്ത് മാത്രം ഉപയോഗിക്കേണ്ടതും കോടതിയുടെ ചെസ്റ്റിൽ സൂക്ഷിക്കേണ്ടതും അതീവ സുരക്ഷയിൽ നിലനിർത്തേണ്ടതുമാണ്. അങ്ങനെയിരിക്കെയാണ് കേസിൽ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട എറണാകുളം ജില്ലാ സെഷൻസ് ജഡ്ജിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ കേസിലെ മെമ്മറി കാർഡ് ദൃശ്യങ്ങൾ ഒരു സ്ത്രീയുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയുള്ള മെമ്മറി കാർഡാണ് ജില്ലാ സെഷൻ കോടതിയുടെയും അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെയും കസ്റ്റഡിയിലിരിക്കെ അനധികൃതമായി തുറന്നതായി റിപ്പോർട്ടിൽ പറയുന്നതെന്ന് നിവേദനത്തിൽ പറയുന്നത്. ഒരു വർഷത്തിലേറെ നിയമവിരുദ്ധമായി ഈ കാർഡ് ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ കസ്റ്റഡിയിൽ വെച്ചിരുന്നു എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ കോടതിയിൽ നിന്നും ഇത് ലീക്ക് ചെയ്തിട്ടുണ്ട്. അങ്കമാലി കോടതി മജിസ്ട്രേറ്റ്, വിചാരണ കോടതി, എറണാകുളം സെക്ഷൻ കോടതി ബെഞ്ച് ക്ലർക്ക് തുടങ്ങിയവർ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി തുറന്നു പരിശോധിച്ചതായി പേരെടുത്ത് പറഞ്ഞ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ടെന്നും വേലി തന്നെ വിള തിന്നുന്ന സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്നും ചീഫ് ജസ്റ്റിസ് അയച്ച നിവേദനത്തിൽ പറയുന്നു. നീതിയുടെ പക്ഷത്ത് നിലകൊള്ളേണ്ടവർ പ്രതിക്ക് വേണ്ടി കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്ന അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നീതിന്യായ സംവിധാനങ്ങൾക്ക് തന്നെ കളങ്കം വരുത്തിയ കുറ്റവാളികളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണമെന്നും തങ്ങൾ ആവശ്യപ്പെടുന്നുവെന്നും നിവേദനത്തിൽ പറയുന്നു. മാത്രമല്ല, കോടതികളിൽ എത്തുന്ന എല്ലാ രേഖകളും തെളിവുകളും സുരക്ഷിതമായി സൂക്ഷിക്കുമെന്നും കൈകാര്യം ചെയ്യുമെന്നും ഉറപ്പാക്കാൻ വേണ്ട മാനദണ്ഡങ്ങളെല്ലാം ജുഡീഷ്യൽ സംവിധാനങ്ങളിലും ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും നിവേദനത്തിൽ കൂട്ടായ്മ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കെ അജിത, സാറ ജോസഫ്, കെ രമ, വൈശാഖൻ, എൻ കാരശ്ശേരി, കൽപ്പറ്റ നാരായണൻ, കെ മീര, ഡോക്ടർ പി ഗീത, കുരിപ്പുഴ ശ്രീകുമാർ, ഡോക്ടർ ആസാദ്, അശോകൻ, കെ അജിത, സാറ ജോസഫ്, കെ രമ, വൈശാഖൻ, എൻ കാരശ്ശേരി, കൽപ്പറ്റ നാരായണൻ, കെ മീര, ഡോക്ടർ പി ഗീത, കുരിപ്പുഴ ശ്രീകുമാർ, ഡോക്ടർ ആസാദ്, അശോകൻ ചരുവിൽ, സജിത മഠത്തിൽ, രേവതി, ഡോക്ടർ മാളവിക ബിന്നി എന്ന് തുടങ്ങിയ നിരവധി പേരാണ് നിവേദനത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്.